ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, മുത്തേടം, എടക്കര, നിലമ്പൂർ. മൈലാടി നിവാസികൾക്ക് ആശ്വാസം. കാട്ടാനകളെ പ്രതിരോധിക്കാൻ വനം വകുപ്പ് സോളാർ വൈദ്യുതി വേലി സ്ഥാപിച്ചു. വാർഡ് മെമ്പർ കാട്ടുമുണ്ട ബഷീറിന്റെ ഇടപെടലിനെ തുടർന്ന് നിലമ്പൂർ നോർത്ത് DFO പി ദിനേശ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് സോളാർ വൈദ്യുതി വേലി യാഥാർത്ഥ്യമാക്കിയത്. മൈലാടി പാലം മുതൽ മൈലാടി പൊട്ടി വരെയുള്ള 1 കിലോമീറ്ററിലേറെ ഭാഗത്താണ് ഇന്ന് സോളാർ വൈദ്യുതി വേലി സ്ഥാപിച്ചിട്ടുള്ളത്. അകമ്പാടം വനം സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഇൻചാർജ് കെ മനോജ് കുമാറിന്റെയും വാർഡംഗം കാട്ടുമുണ്ട ബഷീറിന്റെയും നേതൃത്വത്തിലാണ് സോളാർ വൈദ്യുതി വേലി സ്ഥാപിച്ചിട്ടുള്ളത്. ഫണ്ട് ലഭ്യതയ്ക്കനുസരിച്ച് കാലതാമസം കൂടാതെ കൂടുതൽ ഭാഗത്ത് സോളാർ വൈദ്യുതി വേലി സ്ഥാപിക്കുമെന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ മനോജ് കുമാർ പറഞ്ഞു. അകമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷന് കീഴിൽ മൈലാടിപ്പൊട്ടി ഭാഗത്ത് നിരന്തരമായിട്ട് ആനശല്യമുള്ള ഭാഗത്ത് ഒരു താൽക്കാലികമായിട്ടും പെട്ടെന്നും ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാരം എന്നുള്ള നിലയിൽ സ്റ്റേഷൻ സ്റ്റാഫ് മുൻകൈ എടുത്തിട്ട് 1 കിലോമീറ്റർ ദൂരത്തിൽ ഒരു സിംഗിൾ ലൈൻ സോളാർ ഫെൻസിങ് താൽക്കാലികമായി സ്ഥാപിച്ചിരിക്കുകയാണ്. ചാലിയാർ പഞ്ചായത്തിലെ 10ാം വാർഡ് മൈലാടി ഭാഗത്തെ മെമ്പർ ശ്രീ ബഷീർ ക അതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകി സ്റ്റേഷൻ സ്റ്റാഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. അവിടെ നിരന്തരം ആന ഇറങ്ങി കൃഷി നശിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഒരു നല്ലൊരു ഏരിയ, അതായത് നിലമ്പൂർ റേഞ്ചിന്റെ ഭാഗത്ത് വരുന്ന നല്ലൊരു ഏരിയയിൽ നമുക്ക് ഫെൻസിങ് ചെയ്യേണ്ടതുണ്ട്. അതിന്റെ പ്രപ്പോസലുകളൊക്കെ നേരത്തെ കൊടുത്തിട്ടുള്ളതാണ്. ആ പ്രപ്പോസൽ ഏകദേശം അംഗീകരിച്ച് അത് പ്രാവർത്തികമാകുന്നൊരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. നിലമ്പൂർ നോർത്ത് ഡിവിഷന് കീഴിൽ ധാരാളം സ്ഥലങ്ങളിൽ ഇതുപോലെ ഫെൻസിങ്ങിനുള്ള അപ്രൂവൽ ഏകദേശം ആയിട്ടുണ്ട്. അപ്പൊ അത് വരുന്നത് വരെയുള്ളൊരു താൽക്കാലിക പരിഹാരം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പം നമ്മൾ മുൻകൈ എടുത്തിട്ട് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പം അതിനുവേണ്ടി എല്ലാ സഹായങ്ങളും വാർഡ് മെമ്പറുടെ ഭാഗത്തുനിന്നും അതുപോലെ അവിടുത്തെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. ഏറ്റവും വലിയൊരു വിഷയമായിട്ടുള്ള വന്യമൃഗ ശല്യത്തിനെതിരെയുള്ള ഒരു പരിഹാരത്തിന് വേണ്ടി ജനങ്ങളും അതുപോലെ വാർഡ് മെമ്പറും വനം വകുപ്പും അകമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷനും കൂടി ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു ഉദ്യമത്തിനാണ് ഇപ്പം ഇന്നിവിടെ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അകമ്പാടം വനം സ്റ്റേഷനിലെ വനപാലകരും പ്രദേശവാസികളും ചേർന്നാണ് വേലി സ്ഥാപിച്ചിട്ടുള്ളത്. 2 വർഷത്തോളമായി മൈലാടിയിൽ കാട്ടാന ആക്രമണം തുടർക്കഥയാണ്. വ്യാപകമായി കൃഷികൾ നശിപ്പിച്ചും വീടുകളുടെ മതിലുകളും ഗേറ്റുകളും ഉൾപ്പെടെ തകർക്കുകയും വീട്ടുമുറ്റങ്ങളിലേക്ക് കാട്ടാനകൾ എത്തുന്നതും നിത്യസംഭവങ്ങളായതോടെയാണ് നിലമ്പൂർ നോർത്ത് DFO, എടവണ്ണ റേഞ്ച് ഓഫീസർ എന്നിവരെ നേരിൽ കണ്ട് കൃഷിയിടങ്ങളും വനമേഖലയും വേർതിരിക്കുന്ന ഭാഗത്ത് സോളാർ വൈദ്യുതി വേലി സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. DFO അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്തതാണ് സോളാർ വൈദ്യുതി വേലി യാഥാർത്ഥ്യമാകാൻ കാരണമായതെന്ന് ബഷീർ കാട്ടുമുണ്ട പറഞ്ഞു. വൈദ്യുതി വേലി നിർമ്മാണത്തിൽ വനപാലകർ നടത്തിയ സേവനത്തെയും അദ്ദേഹം അഭിനന്ദിച്ചു. അടുത്ത പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൂടുതൽ സ്ഥലത്തേക്ക് സോളാർ വൈദ്യുതി വേലി വരുമ്പോൾ മൈലാടിയുടെ തുടർഭാഗങ്ങളിലും സോളാർ വൈദ്യുത വേലി സ്ഥാപിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്നും ബഷീർ കാട്ടുമുണ്ട പറഞ്ഞു. മൈലാടി വാർഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ കാലമായിട്ട് രൂക്ഷമായ വന്യമൃഗ ശല്യം, അതിൽ ആകെ പൊറുതിമുട്ടിയിരിക്കുന്ന ആൾക്കാർ. കാരണം ജീവന് വരെ അപായം വരുന്ന രീതിയിൽ അവിടെ രാത്രി ഇറങ്ങാൻ പറ്റുന്നില്ല. ആനയും ഇപ്പോൾ ഫാമിലി അടക്കമാണ് വരുന്നത്, ആനയും കുട്ടിയും എല്ലാം കൂടിയായിട്ട് മൊത്തം കൃഷിനാശം വരുത്തുന്നുണ്ട്. ആൾക്കാർ അടുക്കള ഭാഗത്ത് വരെ ഇറങ്ങിയിട്ട് വളരെ സങ്കടത്തിലായിരുന്നു. അപ്പോൾ നമ്മൾ തൊട്ടു മുമ്പ് സാറിൻ്റെ മനോകുമാർ സാറിൻ്റെ തൊട്ടു മുമ്പ് ഉണ്ടായിരുന്ന ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ മൂസിൻ സാറ് ആയിട്ട് കൂടിയാലോചിച്ച് നമ്മുടെ നോർത്ത് DFO സാറിനെ സമീപിക്കുകയും അപ്പോൾ അദ്ദേഹത്തിൻ്റെയും മനോജ് സാറിൻ്റെയും നമ്മളെ മുഴുവൻ സ്റ്റേഷൻ അകമ്പാടം സ്റ്റേഷൻ സ്റ്റാഫിൻ്റെ എല്ലാ ശ്രമഫലമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിന് ഒരു ഐഡിയ വന്നതാണ്. അപ്പോൾ അവിടെ ടൂൾ റൂമിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. അതുപോലെ പുതിയ ബാറ്ററിയും പുതിയ എനർജൈസർ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ട് വളരെ കഷ്ടപ്പെട്ടു. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇതിൻ്റെ പിറകെ തന്നെയാണ്. അങ്ങനെ എല്ലാവരും കൂടി വാച്ചർമാരും നമ്മളെ സ്റ്റേഷൻ സ്റ്റാഫും നാട്ടുകാരും ഒരുമിച്ചാണ് ഈ ഒരു ഉദ്യമം ചെയ്തിട്ടുള്ളത്. ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഗ്രേഡ് KR പ്രസാദ്, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ PN ശ്രീജൻ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ഗ്രേഡ് വിപിൻ രാജ്, സായ് ചന്ദ്രൻ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ P അനീഷ്, വാച്ചർമാരായ T യാസിർ, C അപ്പു, സിനോജ്, ഡ്രൈവർ മുനീർ, PRT മെമ്പർ NK റഫീഖ് എന്നിവരും സോളാർ വൈദ്യുതി വേലി നിർമ്മാണത്തിൽ പങ്കാളികളായി. A+ വിഷൻ, ചാലിയാർ. +2 കഴിഞ്ഞില്ലേ, ഇനി ഡിഗ്രിക്ക് എവിടെ ജോയിൻ ചെയ്യും? നമ്മുടെ തൊട്ടടുത്ത് ഇത്ര നല്ലൊരു ക്യാമ്പസ് ഉള്ളപ്പോൾ ഈ കൺഫ്യൂഷൻ എന്തിനാ? അതെ, ഫാത്തിമ തന്നെ. We provide BSc and BA in 4 disciplines, BCom in 3 disciplines, AICTE approved BBA and Bachelor of Travel and Management with several industry relevant add-on courses. College location എടക്കര കരുളായി റോഡിൽ മൂത്തെടുത്താണ്. അപ്പൊ എങ്ങനെ ഫാത്തിമ ഫിക്സ് ആക്കുവല്ലേ? At Fatima, we don't just teach, we inspire. ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, മുത്തേടം, എടക്കര, നിലമ്പൂർ.